ഹായ്. അപ്പോൾ നമ്മുടെ ടാസ്ക് തീരക്ക് മുമ്പ് സ്റ്റാറൊക്കെ കൊടുത്തായിരുന്നു. സ്റ്റാർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇത് പറയാൻ പറഞ്ഞു. അപ്പം ഷാനവാസിനെയും നമ്മുടെ അനീഷിനെയും ഫ്രണ്ട്സാക്കി ലവ് പറഞ്ഞപ്പോൾ അതായി പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വേറെയും മറ്റേ അനുമോളും ദിശയിലും മാരിനും കൂടി ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ടാസ്കൊക്കെ അടിച്ചു പൊളിച്ച് അവർ 3 ടാസ്കും ഒരു ടാസ്ക് മാത്രം ഇതായിപ്പോയി. റിയാസ് പകുതി വെച്ച് നിർത്തി ചെയ്യാൻ പറ്റിയില്ല. ബാക്കി 2 ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ ബാക്കി എല്ലാവർക്കും സ്റ്റാറൊക്കെ കൊടുത്തപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോമിനേഷൻ ചെയ്യണേ മറ്റേ ക്യാപ്റ്റൻ ടാസ്കിന് എനിക്ക് തോന്നുന്നു എല്ലാ ഇതിലും നമ്മുടെ ദിശയിൽ വരുന്നുണ്ട്. ദിശയിൽ എന്താ ചെയ്യുന്നത്, ക്യാപ്റ്റൻ ടാസ്കിനകത്ത് മറ്റേ പടിപ്പുറയ്ക്ക് മാത്രം നന്നായിട്ട് ടാസ്ക് വെക്കേണ്ട, എന്നാലും കളിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ടാസ്കിലും എല്ലാവരും നമ്മുടെ ദിശയിലാണ് പറഞ്ഞത്. ഇനി ആ ഭാഗത്ത് വേറെ ആരില്ലേ, അനീഷനില്ലേ, ആ ഷാനവാസില്ലേ, അനുമോളില്ലേ, പിന്നെ ആദിലില്ലേ, ഇവർ ആരില്ലേ ഈ ഏത് സമയത്ത് ദിശയിൽ. പിന്നെ നമ്മുടെ ഷാനവാസിൻ്റെ കൂടെ നമ്മൾ 3 പേരുണ്ട് വോട്ട് ചെയ്യാൻ. നമ്മുടെ ദിഷിൻ, പിന്നെ നമ്മുടെ അനീഷ്, അനുമോൾ, ഇവർ നമ്മുടെ ഷാനവാസിനാണ് വോട്ട് ചെയ്യണം. ബാക്കി എല്ലാവരും ദിശയിൽ. ഈ ദിശയിൽ വിട്ട കളിയേ ഇല്ലെന്ന് തോന്നുന്നു ഇവർക്ക്. ബാക്കി ആരും ആ വീട്ടിൽ ഗെയിം കളിക്കണമെന്ന് തോന്നുന്നു. പക്ഷെ അവർക്ക് കണ്ണിൽ അങ്ങനെ ആർക്കും ഗെയിം കളിക്കില്ലെന്ന് തോന്നുന്നവർക്ക്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ക്യാപ്റ്റൻ ആവുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് നേരിട്ട് ഒരാളെ നോമിനേഷനിലേക്ക് ആരെ പറയാൻ പറഞ്ഞ. അപ്പോൾ റിയാസ് പറഞ്ഞ് അക്ബർ അപ്പോൾ തന്നെ പറഞ്ഞ് അക്ബർ പറഞ്ഞപ്പം ടാങ്കൻ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് അത് പറ്റില്ല, അതിനെ നേരത്തെ ക്യാപ്റ്റൻ ആവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലോ. അപ്പോൾ ആ വാതിലടച്ച് അതിനിപ്പോൾ പറ്റില്ല. അപ്പോൾ ആരെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ദിശയിൽ പറയാം. അപ്പോൾ തന്നെ പുള്ളിക്കാർ വേഗം ചാടി പറഞ്ഞ ഒരു പെണ്ണായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി അങ്ങനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കും. പുള്ളിക്കാരിനെ പറയും വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പക്ഷേ ആ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് റിയാസ് നോക്കിയിട്ട് പറഞ്ഞ് എന്നാൽ വൂണിയനാവട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വൂണിയനാക്കിയിട്ടുണ്ട്. അപ്പോൾ വേണം കുറേ എല്ലാം ഒരു മാറ്റങ്ങൾ വേണം. ഏത് സമയത്തും ദിശയിൽ പറഞ്ഞ് പിന്നെ ആരും ആ വീട്ടിലല്ലേ. അപ്പം അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ രാവിലത്തെ അടിപൊളിയായിരുന്നു. റിയാസ് ഒന്നും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കളിച്ച് നന്നായിട്ട് കൊള്ളാട്ടോ.